നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വേദമോളുടെ അസുഖം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവസാനിച്ചു അല്ലേ പത്മ? വേദമോള് പലപ്പോഴും നന്ദിനിയെ അടുത്തുനിന്ന് ആട്ടി ഓടിക്കുകയായിരുന്നു. നന്ദിനി അതൊന്നും കാര്യമാക്കിയില്ല. സ്വന്തം അനുജത്തിയെ പരിചരിക്കുന്നത് പോലെ ഒപ്പം നിന്നു. അനുജത്തിയെ പോലെ എന്നൊരു പ്രയോഗമൊന്നും വേണ്ട. അവൾ ഇവിടുത്തെ ജോലിക്കാരിയാ. ഒരു ജോലിക്കാരി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവള് ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള പ്രയോഗങ്ങളൊന്നും വേണ്ട. അത്തരത്തിലുള്ള വാഴ്ത്തുപാടലുകളൊന്നും എനിക്ക് കേൾക്കാൻ വേണ്ട. മാഡം അവിടെ വെച്ചേക്ക്. സർ, മാഡം ഇനി മാഡം വേദയുടെ അടുത്ത് പോകുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ല, ഇതെന്താ മോളെ കൈ കെട്ടിയിരിക്കുന്നത്? ഇത്രയും നേരം ഞാനിത് ശ്രദ്ധിച്ചില്ലല്ലോ. ഇത് എന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു സർ. ആണോ? ഞാൻ കഴിഞ്ഞ ദിവസം സാറിനോടൊരു നേർച്ചക്കാശ് ചോദിച്ചില്ലേ, വേദ മാഡത്തിന്റെ കയ്യിൽ കെട്ടാൻ. കെട്ടാൻ കൊണ്ടുചെന്നപ്പോ സമ്മതിച്ചില്ല. ഇതിലൊന്നും വിശ്വാസം ഇല്ലാന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞു. വേദ വലിച്ചെറിഞ്ഞെങ്കിൽ പിന്നെ മോളെന്തിനാ അതിങ്ങനെ കൈ കെട്ടുന്നത്? നേർച്ച നടക്കാൻ വേദയ്ക്ക് വേണ്ടി ആരെങ്കിലും മനസ്സിൽ തീരുമാനിച്ച് കെട്ടിയാലും മതി. അതുകൊണ്ടാണ് ഞാൻ കെട്ടിയത്. പറ്റുമായിരുന്നെങ്കിൽ വേദയുടെ അസുഖം ഏറ്റുവാങ്ങാനും അതിന്റെ പേരിൽ കിടക്കുവാനും താൻ തയ്യാറായിരുന്നു അല്ലേ? സർ, അങ്ങനെയൊന്നും പറയല്ലേ. ഇതൊക്കെ ഒരു വിശ്വാസങ്ങൾക്കൊന്നും ഞാൻ എതിരല്ല. പക്ഷെ ഇതൊക്കെ ചെയ്യുന്നത് അല്പമെങ്കിലും വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാവണം. നന്ദിയില്ലാത്ത മൃഗങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടരുത്. അന്ധവിശ്വാസങ്ങളിൽ ഒരാൾക്ക് താല്പര്യമില്ലെന്ന് പറയുന്നത് ഇക്കാലത്ത് വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. അച്ഛാ, മക്കൾക്കൊരു അസുഖം വന്നാ അമ്മമാര് നോക്കുന്നത് അന്ധവിശ്വാസമാണോ? അല്ല, ഇവിടെ അമ്മ മക്കളെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ചോദിച്ചത്. അല്ല, നിനക്കിപ്പോ എന്താ വേണ്ടേ? അവളെ നോക്കിയതിന്റെ പേരിലോ കുളിപ്പിച്ചതിന്റെ പേരിലോ ഇവൾക്ക് ഞാൻ കിരീടം വെച്ചു കൊടുക്കണോ? അയ്യോ, അതൊന്നും ചെയ്യരുതേ. ഈ കൈ കൊണ്ട് ആ കിരീടെടുത്താ പൊന്തില്ല. അല്ല, എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. ഞാൻ കൂട്ടത്തിൽ നിന്ന് തെറ്റിപ്പോയവനാ. പക്ഷെ എന്റെ പെൺമക്കൾ എനിക്ക് ജീവനാ. അവർക്ക് വേണ്ടി ഞാൻ എന്റെ ജീവൻ കൊടുക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നിട്ട് എന്തേ അസുഖം മാറി കുളിച്ചപ്പോഴെങ്കിലും അടുത്തേക്ക് ചെല്ലാതിരുന്നത്? പേടി അല്ലേ? അച്ഛാ, നന്ദിനിക്ക് അസുഖം വന്നപ്പോ ഞാനും അച്ഛനും നന്ദിനിക്ക് അപ്പുറം ഇപ്പുറം ഇരുന്നില്ലേ? പക്ഷേ ഇവിടെ ചിലർക്ക് പേടിയാ. അതിനൊരു കുഴപ്പമില്ല. നന്ദിനി, സത്യത്തിൽ താനത് കയ്യിൽ കെട്ടുകയല്ലായിരുന്നു വേണ്ടത്. ഇങ്ങനെയുള്ള കഠിനമായ മനസ്സുള്ള ചിലരുണ്ടല്ലോ, അവർക്കിത് കഴുത്തിൽ കെട്ടിക്കൊടുക്കണം. അപ്പോഴേ താൻ ചെയ്തതിന്റെ വില അവർക്ക് മനസ്സിലാവും. മമ്മി, മമ്മി വേദ കിടന്ന് കരയ.